കഴിഞ്ഞ ദിവസം നോക്കിയിട്ടുണ്ടായിരുന്നു ഗൂഗിൾ മൈ ബിസിനസ്സിനകത്ത് ലിസ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ലൈവ് ഡെമോ നോക്കാം. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം കാണി, നമ്മളിപ്പം ഒരുപാട് വെബ്സൈറ്റിനകത്ത് നമ്മൾ മന്ത്ലി പേയ്മെൻറ്റ് ചെയ്തിട്ട് നമ്മുടെ ലിസ്റ്റ് ഫസ്റ്റ് വരാനായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ഉദാഹരണം, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഷോപ്പ് നടത്തുന്ന ആളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു സൈൻ ബോർഡ് സെർച്ച് ചെയ്യുക, സൈൻ ബോർഡ് മാനുഫാക്ചേഴ്സ് ഇൻ എറണാകുളം സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് കാണിക്കുന്ന ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മൈ ബിസിനസ് ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു ഒരു റെസ്റ്റോറൻറ്റ് നോക്കുവാണെങ്കിലും ആദ്യം കാണിക്കുന്ന ലിസ്റ്റ് ഗൂഗിൾ മൈ ബിസിനസ് ആയിരിക്കും. അങ്ങനെ ഏത് സർവീസ് നോക്കിയാലും നമുക്ക് ആദ്യം കാണിക്കുന്ന ലിസ്റ്റ് എല്ലാം ഗൂഗിൾ മൈ ബിസിനസ്സിൻ്റെ ആയിരിക്കും. അതിന് ശേഷമാണ് നമുക്കിതുപോലെ വരുന്ന ഓരോരോ കമ്പനികളിലെ നമ്മൾ പെയ്ഡ് ആഡ് ചെയ്ത്, ഞാൻ കമ്പനികളുടെ പേരെടുത്ത് പറയുന്നില്ല, ആ കമ്പനികളെല്ലാം നമുക്ക് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഒന്ന് ഹെയർ കട്ട് ചെയ്യാൻ പോകുകയാണെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ട് ആദ്യം വന്ന ലിസ്റ്റിൽ നിന്നായിരിക്കും നമ്മൾ ഡയറക്റ്റ് എടുത്ത് കോൾ ചെയ്യുന്നത്. അല്ലാതെ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് അതിനകത്ത് നമ്പർ എടുത്ത് ഡയൽ ചെയ്യുന്ന എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. അപ്പം ഞാൻ ലൈവ് ഡെമോടെ ഞാൻ ഇതിൻ്റെ കൂടെ കാണിച്ചു തരാം. അപ്പം എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് നോക്കുക. അപ്പോൾ ഇത് തികച്ചും സൗജന്യമാണ്, എല്ലാവരും ചെയ്യുക. ഒരു പൈസ മുടക്കുള്ള കാര്യമാണെങ്കിൽ പോട്ടെന്ന് വെക്കാം. ഇത് പൈസ മുടക്കില്ല, എല്ലാവരും ചെയ്യുക. എല്ലാ ബിസിനസ് സക്സസ് ആകട്ടെ. ഓൾ ദി ബെസ്റ്റ്.